ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ബിഹൈൻഡ് മൂമെൻറ്റ്സ്. നമുക്കറിയാം, നമ്മൾ കാണുന്ന ഹ്യൂമൻ ബീയിങ്സ് ആവട്ടെ, ആനിമൽസ് ആവട്ടെ, എല്ലാവരും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചലനം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് സാധ്യമാവുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും ഒക്കെ മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. യു ക്യാൻ സീ എ റാബിറ്റ് റണ്ണിങ് കാണുന്നുണ്ട്, ഏർത്ത്വം ക്രോൾ ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്, അതുപോലെ സ്നേക്ക് ക്രോൾ ചെയ്തത് കാണുന്നുണ്ട്, ബട്ടർഫ്ലൈസ് പറക്കുന്നത് കാണുന്നുണ്ട്, ഒരു സ്ക്വിറൽ ജമ്പ് ചെയ്യുന്ന കാണുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ വീഡിയോ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലെങ്കിൽ തൊട്ടാവാടി നമ്മൾ വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വിടർന്നിരുന്നിട്ടുള്ള ഇലയൊക്കെ അടഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇൻ ദിസ് വീഡിയോ യു ക്യാൻ സീ എ ചീറ്റാസ് റണ്ണിങ്, ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് നോക്കി പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു, അനിമൽസിൻ്റെ മൂവ്മെൻറ്റും കണ്ടു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മൂവ്മെൻറ്റിന് എനർജി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എനർജി വേണം നമ്മൾ പറഞ്ഞു. ഇതിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാർക്കായിരിക്കും എനർജി കൂടുതൽ ആവശ്യം ഉണ്ടാവുക? അനിമൽസിനാണോ പ്ലാന്റ്സിനാണോ? യെസ്, അനിമൽസിനായിരിക്കും എനർജി ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. കാരണം ദേ ആർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് അനിമൽസിന് എനർജി ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. So most of the energy produced by the body is utilized by animals for their movement. Now, എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗാനിസംസ് മൂവ് ചെയ്യുന്നത്? നമ്മൾ ഈ കാർട്ടൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, ടോം ആൻഡ് ജെറി. അപ്പോൾ ജെറി എപ്പോഴും എന്തെങ്കിലും സാധനം എടുത്ത് ഓടുന്നുണ്ടാവും, ടോം പുറകെ ഓടുന്നുണ്ടാവും, പിടിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. സോ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജെറിക്ക് ആവശ്യം ഫുഡാണ്, ഇപ്പോൾ ഫുഡിന് വേണ്ടി മൂവ് ചെയ്യുന്നു. പിന്നെ ടോം പുറകെ വരുന്നതുകൊണ്ട് അവരുടെ എനിമീന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓർഗാനിസംസ് മൂവ് ചെയ്യുന്നത് വെറൈറ്റി ഓഫ് റീസൺസിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, ടു ഫൈൻഡ് എ ഫുഡ്, ടു ഫൈൻഡ് എ മീറ്റ്, ടു ഫൈൻഡ് സ്യൂട്ടബിൾ ഷെൽട്ടർ, ടു എസ്കേപ്പ് ഫ്രം പ്രെഡേറ്റേഴ്സ് ആൻഡ് ടു എസ്കേപ്പ് ഫ്രം ഹാർഷ് വെതർ. ഒരു ടോം ആൻഡ് ജെറി വീഡിയോ ആലോചിച്ചാൽ മാത്രം നമുക്കിതിനുള്ള ആൻസർ എഴുതാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഓർഗാനിസംസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതിന്. മൂവിങ് ഓൺ. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുമോ? ദ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ഈച്ച് ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിലും മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആൻഡ് ദീസ് ആർ ദ ഓർഗാനിസംസ്. സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയുന്ന പോലെ ദാറ്റ് ഈസ് എൻ അമീബ. പിന്നെ സെക്കൻഡ് വൺ ഹ്യൂമൻ ബീങ്സിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം. തേർഡ് വൺ ഈസ് എ പ്ലാന്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് എ ഡീർ ആൻഡ് എ ടൈഗർ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും അമീബയിൽ മൂവ്മെൻറ്റ്? അമീബ ഫുഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ആദ്യം ഫുഡ് എത്ര ദൂരത്തായിരുന്നു എന്നും അവർ മൂവ് ചെയ്ത് ഫുഡിന് എത്ര അടുത്തെത്തി എന്നുള്ളതും രണ്ടാമത്തെ പിക്ചർ വരുമ്പോഴത്തേക്കും. സോ ഫുഡ് അക്വിസിഷൻ അമീബ ആണ് അവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ഹ്യൂമൻ ബീങ്സിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബ്രീത്തിങ് ഓർ നോർമൽ റെസ്പിറേഷൻ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനൊക്കെ ആവശ്യമായിട്ടായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്. കമ്മിങ് ടു ദ കേസ് ഓഫ് പ്ലാന്റ്സ് ആർ മൂവിങ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. അതിനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് പ്ലാന്റ്സിൽ മേജർലി നമ്മൾ കാണുന്ന മൂവ്മെൻറ്റ്. ആൻഡ് ഡിയർ ആൻഡ് ടൈഗർ ഒബ്വിയസ് ആണ്, ടു എസ്കേപ്പ് ഫ്രം ദ പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രെഡേഷൻ ഇൻ ആനിമൽസ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡ്സ് അവർ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വ്യത്യസ്ത നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് മീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റുള്ള മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ സ്വിമ്മിങ്, ജമ്പിങ് അങ്ങനെകൾ അല്ലാത്ത നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതോ ഫീൽ ചെയ്യാൻ പറ്റുന്നതോ
അഥവാ കാണാൻ പറ്റാത്തതോ ആയിട്ടുള്ള മൂമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് താങ്ക് യു.